ഹലോ നമസ്കാരമുണ്ട്. നമ്മുടെ ഡേ ഇൻ ഡെയിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ അറിയോ, ഒരു അടിപൊളി ബീഫിൻ്റെ സൂപ്പ്. അപ്പോൾ ബീഫിൻ്റെ സൂപ്പ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒന്നുണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിലേക്കേ നമ്മൾ എല്ലുള്ള ബീഫ് എടുത്തിട്ടുണ്ട്, പിന്നെ സ്വീറ്റ് കോണ്, പിന്നെ നമ്മൾ ചീര, 2 പച്ചമുളക്, പിന്നെ ചെറിയ കൂണ്, ബേബി മഷ്റൂം, പിന്നെ ഒരു സവാള, കുറച്ച് വിനീഗറും. ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ, നമ്മളുടെ ഈ ബീഫും സ്വീറ്റ് കോണും ആ സവാളയും കുറച്ച് ഉപ്പിട്ടിട്ട് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് നല്ലൊരു 5 or 6 വിസിൽ നല്ലോണം കൊടുക്കണം. നമ്മുടെ ബീഫ് വേവും വേണം, നല്ല സ്വീറ്റ് കോണും അതിൻ്റെ കൂടെ വെന്തോളും. അപ്പോൾ നമ്മൾ ഒരു 5-6 വിസിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അത് അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വേവാൻ 1 കപ്പ് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ എല്ലാ സാധനവും ഇട്ടു, വെള്ളം ഒഴിച്ചു. നമുക്കതൊരു 7 or 8 ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ വേവിക്കേണ്ടത്. നമുക്കതൊന്ന് വിസിൽ വരുന്നവരെ നമുക്കത് ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളതൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ ടീസ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ കുക്കർ വിസിൽ വരുമ്പോൾ പുറത്തേക്ക് വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ വെന്തു. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിന് അതൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഉരുളിയിലേക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് അതിലേക്ക് ഇടുക. അപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ഈ കഷ്ണം മൂടുന്ന വരെ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കണം. കാരണം നമ്മൾ സൂപ്പാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് വെള്ളം കുറേ വേണമല്ലോ. അപ്പോൾ നമ്മൾ ആ കഷ്ണമൊക്കെ മുങ്ങുന്ന വരെ ആ ഒരു ലെവലിന് നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മൾ നല്ലോണം തിളപ്പിച്ച് അടച്ചിട്ടും വേവിക്കുക, ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെവട്ടെ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല തിളച്ചോ വെന്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് കാണിക്കണം, നമ്മളൊരു 1/4 ഗ്ലാസ് വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മറ്റേ കഷ്ണം വെവാൻ വേണ്ട ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമ്മൾ രണ്ടാമതിൽ വെള്ളം ഒഴിച്ചല്ലോ, അപ്പോൾ അതിലേക്കുള്ള ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മളുടെ ആ പച്ചമുളക്, ചീര, മഷ്റൂം അതെല്ലാം ഇട്ട് നമുക്കിനി നല്ല ഇളക്കി ഒന്ന് വേവിക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കേട്ടോ എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം. കേട്ടോ അതിൻ്റെ മഷ്റൂമും അതൊക്കെ ഇങ്ങനെ വെന്ത് കിടക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞാൽ ബീഫിൻ്റെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇല്ലേ, ആ പെപ്പറിൻ്റെ പൗഡർ നമ്മൾ കുറച്ച് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, കഴിച്ചു നോക്കാം. അയ്യോ അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അഭീസ് വൈകാ എങ്ങനെയുണ്ട്? അടിപൊളി. അയ്യോ സൂപ്പറായിട്ടുണ്ട്. എന്തായാലും കഴിക്കാം. നമ്മളെന്തെങ്കിലും അറിയോ, ഇതിൻ്റെ ഈ ബീഫിൻ്റെ നമ്മളെ ഒരു ഇതെടുത്ത് വെച്ചിട്ട് കണ്ടോ, അതിൻ്റെ മജ്ജയൊക്കെ ഇതിൻ്റെ അടിയിൽ പോയിട്ട് കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കണം നമ്മൾ. അയ്യോ അതൊക്കെ ഉണ്ടോ, എന്ത് രസമാണെങ്കിൽ ഉള്ളത്തെ അതിൻ്റെ മജ്ജ കേട്ടോ. മജ്ജ അല്ലേ അത് പറയാ, മജ്ജന്നെ പറയാ. നല്ല രസമുണ്ട് അത്. അയ്യോ അടിപൊളി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലൊരു ചീര ഇട്ടിട്ടുണ്ട്. ആ ചീരയുടെ പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയണോട് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ ചീര ഞങ്ങൾക്ക് പേരറിയില്ല, പക്ഷെ നമ്മുടെ ഈ ജ്യൂസ് അവിടെ പോകുമ്പോൾ നമുക്കിങ്ങനെ സ്പിനാച്ച് ചീര എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പേര് നമുക്ക് മലയാളത്തിൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് എന്താണ് അതിൻ്റെ പേര് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം, ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. Bye.